Good morning, my dears. Today our topic, that is the principles of insurance. Very important topic. നമ്മളിതുവരെ ഇൻഷുറൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിനതിലെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫൈനാൻഷ്യൽ ലോസ് അപ് ടു എ സർട്ടൈൻ എക്സ്റ്റെൻറ്റ്. Insurance is a device which provides security and protection against financial loss up to a certain time. അതായത് നമുക്കുണ്ടാകാവുന്ന ഒരു നഷ്ടത്തെ ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുണ്ടാകാവുന്ന നഷ്ടത്തെ പരിഹരിച്ച് തരാം എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് അവിടെ ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഈസ് എ ലീഗൽ കോൺട്രാക്റ്റ്. Insurance is a legal contract. One person agrees to compensate the loss suffered by the another person. Then വേറൊരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന നഷ്ടം പരിഹരിച്ചു കൊടുക്കാം എന്ന കണ്ടീഷന്മേൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻഷുറേഡിന് ഓഫർ ചെയ്യുന്ന ഒരു ലീഗൽ കോൺട്രാക്റ്റാണ് ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റിയെ കുറിച്ചാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ then അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിലെ Insurance may be defined as contract between two parties whereby one party is called insurer and the other party is called as insured. That is, in exchange of a fixed sum called premium to pay the other party called insured a fixed amount of money on the happening of a certain event. Insurance is a contract. Section 10 of the Indian Contract Act is applicable, according to which a valid contract takes place when it has the following features. സാധാരണ രീതിയിൽ അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ സാധാരണ രീതിയിൽ നമ്മളൊരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ബേസിക് പ്രിൻസിപ്പിൾസിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, ഡോക്ട്രിൻ ഓഫ് സബ്രോഗേഷൻ, പ്രോക്സിമേറ്റ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്, ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇൻഷുറൻസിന് ചില എന്താ പറയുക, ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ പ്രിൻസിപ്പിൾസും ഏതിനും ബാധകമാണ്, ഇൻഷുറൻസിനും ബാധകമാണ്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അവിടെ കമ്പനി ലോ ഒക്കെ പഠിക്കുമ്പോഴും റെഗുലേഷൻസ് ഒക്കെ പഠിക്കുമ്പോഴും അവിടെ കമ്പനി റെഗുലേഷൻസ്, ബിസിനസ് റെഗുലേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കുക, അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും എല്ലാ പ്രിൻസിപ്പിൾസും ഏതിനും ബാധകമാണ്, ഇൻഷുറൻസിനും ബാധകമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു സാധാരണ നമ്മളൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറിനുണ്ടായിരിക്കേണ്ട ചില ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ആ ഫീച്ചേഴ്സ് ഇൻഷുറൻസിനും ബാധകമാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള എല്ലാ കോൺട്രാക്റ്റിനും ഉണ്ടായിരിക്കേണ്ട ബേസിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻഷുറൻസിനും ബാധകമാണ്. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഈസ് അപ്ലിക്കബിൾ അക്കോർഡിംഗ് ടു വിച്ച് എ വാലിഡ് കോൺട്രാക്ട് ടേക്ക് പ്ലേസ് വെൻ ഇറ്റ് ഹാസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് എഗ്രിമെൻറ്റ്, ദറ്റ് ഈസ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ദെൻ ലീഗൽ കൺസിഡറേഷൻ, ലീഗൽ റിലേഷൻഷിപ്പ്, കോൺസെൻസസ് ആഡ് ഐഡം, ഫ്രീ കൺസെൻറ്റ്, കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ് ആൻഡ് ലീഗൽ ഒബ്ജക്റ്റ്. ഇതൊക്കെയാണ് സാധാരണ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻ ഇൻഷുറൻസ് ദർ ഷുഡ് ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ്. അതായത് ഇതൊരു വാലിഡ് കോൺട്രാക്റ്റാണ്. ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. ദറ്റ് ഈസ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അതായത് ഇൻഷുറൻസ് കമ്പനി ഒരു ഓഫർ വയ്ക്കുന്നു, ഇൻഷുർഡ് പേഴ്സൺ അത് അംഗീകരിക്കുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറി, ഒരു വാലിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കുന്ന വൺ ഓഫ് ദി പ്രിൻസിപ്പിളാണത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇൻഷുറൻസ് ഈസ് എൻ എഗ്രിമെൻ്റ് ഈസ് റിട്ടൺ. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ്. ദ ഇൻഷുർഡ് മേക്സ് ആൻ ഓഫർ വിച്ച് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ ഇൻഷുറർ. Sometimes the offer may be from the insurer and the acceptance from the insured. Usually the proposal form is filled by the insured. When the insurer gives a notice of the acceptance to the insured, it will become a valid acceptance.
Thus, insurance, there should be a valid agreement between the insurer and the insured. അപ്പോൾ വൺ ഓഫ് ദി ഫീച്ചർ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ആക്സെപ്റ്റൻസ്, അതായത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഓർ അഗ്രിമെൻറ്റ്. ഇൻഷുറൻസ് ഈസ് എ വാലിഡ് അഗ്രിമെൻറ്റ്, അതൊരു വാലിഡ് അഗ്രിമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ റിട്ടേൺ കോൺട്രാക്ട് ബിറ്റ്വീൻ two parties, that is insured and insurer. ഇൻഷുവേർഡ് എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷുററുടെ അടുത്ത് ചോദിക്കുകയും ഇൻഷുറൻസ് കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ടു ഗീവ് എ കൺസിഡറേഷൻ, ഒരു പ്രീമിയം അടച്ചുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക? എഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു ലീഗൽ കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് ഏതിനും ബാധകമാണ്? ഇൻഷുറൻസിനും ബാധകമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് വൺ ഈസ് എഗ്രിമെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ലീഗൽ കൺസിഡറേഷൻ. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നിയമപരമായിട്ട് അതിനൊരു വ്യവസ്ഥതയിലേക്ക് എത്തുക എന്ന് പറയണം. നമ്മളിപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് അതൊരു കോൺട്രാക്റ്റിലേക്ക് എത്തണമെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി ഗീവ് എ കൺസിഡറേഷൻ. നമ്മൾ പറയും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്താൽ മാത്രമേ അത് വാലിഡ് അഗ്രിമെൻ്റ് ആയിട്ട് മാറുള്ളൂ. അതായത് ഇപ്പോൾ ഇൻഷുവേർഡ് പറയണു എൻ്റെ വീടിന് സംരക്ഷണം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷുവേർഡ് പറയുമ്പോൾ അത് ഇൻഷുറർ സമ്മതിക്കുകയാണ്. അത് സമ്മതിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്? ആ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാണ്. ആ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ അതൊരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അതൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് മാറി. ആ വാലിഡ് കോൺട്രാക്റ്റ് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? കൺസിഡറേഷൻ, മണി വാല്യൂ, പണത്തിൻ്റെ മൂല്യത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലീഗൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഓൺ എൻറ്ററിങ് ടു ആൻ അഗ്രിമെൻറ്റ് ദ ഇൻഷുർഡ് പേയ്സ് ദ കൺസിഡറേഷൻ ഫോർ ദി കോൺട്രാക്ട്. ദ കൺസിഡറേഷൻ ഈസ് കോൾഡ് ആസ് പ്രീമിയം. പ്രീമിയം അടച്ചാൽ മാത്രമേ അതെന്താവുള്ളൂ? വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. പ്രീമിയം അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറും. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്തായിരിക്കണം? ദറ്റ് ഈസ് എഗ്രിമെൻറ്റ്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിരിക്കണം. രണ്ടാമത് പറയുന്നത് അത് ലീഗൽ കൺസിഡറേഷൻ ആയിരിക്കണം. ഓൺ എൻറ്ററിങ് ഇൻ ടു ആൻ അഗ്രിമെൻറ്റ് ദ ഇൻഷുർഡ് പേയ്സ് ദ കൺസിഡറേഷൻ ഫോർ ദി കോൺട്രാക്ട്. ദിസ് കൺസിഡറേഷൻ ഈസ് കോൾഡ് ആസ് പ്രീമിയം. The first premium paid is generally treated as consideration and subsequent premiums are merely conditions to the contract. Then third one is legal relationship. ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. The agreement between the parties should result in a legal relationship. The insurance contract, the insurer and the insured come to a legal relationship. അതായത് ശരിക്കും നമ്മളൊരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലേ? അതായത് സ്മഗ്ലിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതിന് എന്താ പറയുക? അതൊക്കെ ഇല്ലീഗലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ലീഗലായിരിക്കണം, നിയമപരമായിട്ട് സാധ്യതയുള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ലീഗൽ റിലേഷൻഷിപ്പ് ആര് തമ്മിലാണ് ലീഗൽ റിലേഷൻഷിപ്പ് വരുന്നത്? ഇൻഷുറർ ആൻഡ് ഇൻഷുവേർഡ്. പിന്നെ കൺസെൻസസ് ആഡ് ഇടം. The above term means identity of minds. Both the parties must have agreed upon the subject matter of the contract all the same time and the same sense. അത് കൺസെൻസസ് ആഡ് ഇടം എന്ന് പറയുന്നത് ഒരേപോലെയുള്ള മനസ്സോടുകൂടി സമ്മതിച്ചിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കണമെങ്കിൽ എന്താ പറയുന്നത്? അത് ഓഫറും ആക്സെപ്റ്റൻസും പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒരേ സെൻസിൽ തന്നെ അത് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതെന്തായിട്ട് മാറും? ഇൻവാലിഡായിട്ട് മാറും. അപ്പോൾ അതാണ് പറയുന്നത് സെയിം. ദറ്റ് മീൻസ് ദ ടേം മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, മറ്റാൾ ഇങ്ങനെയാണ് കേട്ടിരുന്നത് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആയിപ്പോയി. അതൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് മാറില്ല. ആ പറയുന്ന സംഭവത്തെ രണ്ട് പേരും ഒരേ അർത്ഥത്തിൽ കാണുകയും ഒരേ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ അതെന്തായി മാറുന്നുള്ളൂ? വാലിഡ് കോൺട്രാക്റ്റായിട്ട് മാറുള്ളൂ. ഇതൊക്കെ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സാണ്. നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാവണമെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലീഗൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതേപോലെ തന്നെ കൺസെൻസസ് ആഡ് ഇടം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, ഒരേ മനസ്സോടുകൂടി ഒരേപോലെ ഒരേ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ പാർട്ടീസ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഷുഡ് എൻറ്റർ ഇൻ ടു ഇറ്റ് ബൈ ദെയർ ഫ്രീ കൺസെൻറ്റ്. കൺസെൻറ്റ് വിൽ ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. അതായത് ഒരു കാരണവശാലും വേറെ ഏതെങ്കിലും പ്രേരണ മൂലമായിരിക്കരുത് ഒരു കരാറിൽ ഏർപ്പെടേണ്ടത്. അതാണ് എന്ത് പറയുന്നത്? ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ
സ്വമേധയാ ഉള്ള സമ്മതം, അതാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വമേധയാ, അതായത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന അൺഡ്യൂ ഇൻഫ്ലുവൻസ്, കൊയേഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, കൊയേഷൻ, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഇതൊന്നുമില്ലാതെ ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം അയാളുടെ മനസ്സിൽ. അതേപോലെ തന്നെ സ്വമേധയാ സമ്മതിച്ചുകൊണ്ട് മാത്രമേ ഒരു കരാറിൽ ഏർപ്പെടാനായിട്ട് പാടുള്ളൂ എന്ന് പറയാം. അത് മറ്റൊരാളുടെ പ്രേരണ മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസോ മറ്റേതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തുകൊണ്ട് നമ്മൾ എതിരെ ഏർപ്പെടാനായിട്ട് പാടില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ്. രണ്ട് പേരും, അതായത് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ രണ്ട് പേരും കോമ്പിറ്റൻ്റ് ആയിരിക്കണം. കോമ്പിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് മസ്റ്റ് ബി കോമ്പിറ്റൻ്റ് ടു എൻ്റർ ഇൻ ടു ദ കോൺട്രാക്ട്. The insurer will be competent to the contract if he has got a license to carry on insurance business. Similarly, a person who has attained the age of majority, of sound mind, and who is not disqualified from entering into a contract can take an insurance policy. അതായത് രണ്ട് പേരും കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയുന്നു ഞങ്ങൾ ഇൻഷുറൻസ് നൽകാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകാം, സെക്യൂരിറ്റി നൽകാം എന്ന് ഇൻഷുറൻസ് കമ്പനി പറയുകയാണെങ്കിൽ അത് നൽകാനുള്ള ലീഗൽ റൈറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഇൻഷുറൻസ് കമ്പനി അവിടെ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കോമ്പിറ്റൻ്റ് ആണ്. എന്നാൽ ഇൻഷുർഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ കരാറിൽ ഏർപ്പെടുന്ന ഒരാൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം, സൗണ്ട് മൈൻഡ് അല്ലേ. അൺസൗണ്ട് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അബോധാവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റാതിരിക്കുക, ഓർമ്മയില്ലാതിരിക്കുക, അങ്ങനെ എന്താ പറയുക, അൺസൗണ്ട് മൈൻഡ് ആയിരിക്കരുത്. സൗണ്ട് മൈൻഡാണ് എപ്പോഴും എന്തായിട്ട് വരിക? ഒരു കോമ്പിറ്റൻറ്റ് പേഴ്സണാലിറ്റി കാണിക്കുന്നത് സൗണ്ട് മൈൻഡാണ്. അപ്പോൾ സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏജ് ഓഫ് മെജോറിറ്റി, അതായത് മൈനർ ആവാനായിട്ട് പാടില്ല. അതായത് കോമ്പിറ്റൻറ്റ് പേഴ്സൺ, നമ്മൾ സാധാരണ ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, ഇൻസാനിറ്റി, അതായത് ചിത്തഭ്രമം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കരാറിൽ ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ രണ്ടുപേരും കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ കരാറിൽ ഏർപ്പെടാനായിട്ട് പറയുന്ന ആ ഒരു കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ഇൻഷുറൻസ് കമ്പനിയും ഒന്ന് ഇൻഷുർഡും ആണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കമ്പനി ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസോ ജനറൽ ഇൻഷുറൻസോ പോളിസി കൊടുക്കാനും അതിന് ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരിക്കണം. ദെൻ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ഒരു കോമ്പിറ്റൻറ്റ് പേഴ്സണായിട്ട് നമുക്ക് അംഗീകരിക്കാം. അതേപോലെ തന്നെ ഇൻഷുർഡിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുർ ചെയ്യുന്ന വ്യക്തി സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ മേജർ ആയിരിക്കണം. ഹു ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ക്യാൻ ബി ഇൻഷുറൻസ് പോളിസി. ഒരു കാരണവശാലും കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെടുന്ന ഒരു ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ആവാനായിട്ട് പാടില്ല. പിന്നെ ലീഗൽ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഷുഡ് ബി ലോഫുൾ. ഇൻ ഇൻഷുറൻസ് ബിസിനസ് ദർ ഇസ് എ ലോഫുൾ ഒബ്ജക്റ്റ്. അതായത് നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ലോഫുൾ ഒബ്ജക്റ്റ്, അതായത് നിയമസാധ്യതയുള്ള സംഭവമായിരിക്കണം. അതാണ് ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇല്ലീഗൽ ആക്ടിവിറ്റീസോ നിയമപരമല്ലാത്ത നടപടികളിലേക്കോ പോകാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. ദെൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഷുഡ് ബി ലോഫുൾ. ഇൻ ഇൻഷുറൻസ് ബിസിനസ് ദർ ഇസ് എ ലോഫുൾ ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിലാണ്. തീർച്ചയായിട്ടും ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. സോ അതൊരു ലീഗൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മ്യൂച്വൽ ഫെയ്ത്ത്. മ്യൂച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് പരസ്പര വിശ്വാസം, അതാണ് മ്യൂച്വൽ ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ഷുഡ് ബി മ്യൂച്വൽ ഫെയ്ത്ത് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുവേർഡ്. അതായത് ഇൻഷുവേർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് തുറന്ന് പറഞ്ഞിരിക്കണം. സോ ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഫെയ്ത്ത്. The insured should be disclose all possibilities of losses in his proposal form. He should not misrepresent any fact to the insurer. He should pay insurance premium in time, and in turn the insurer should pay the assured sum at the time of loss or maturity without any delay. So the intention of both the parties should be clear, because insurance contract is based on mutual faith of the insurer or insured. മ്യൂച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസത്തെയാണ് നമ്മൾ മ്യൂച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ ആ സംഭവം മറച്ചു വെക്കുക എന്ന് പറയുന്നത്. അത് ഏതിന് അഗേൻസ്റ്റ് ആണ്? ദെൻ മ്യൂച്വൽ ഫെയ്ത്തിന് അഗേൻസ്റ്റ് ആണ്.
ദെൻ അത്തരത്തിലൊന്നും പറയാനായിട്ട് പാടില്ല. എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം തുറന്ന് പറഞ്ഞിരിക്കണം. അതേസമയം ശരിയായിട്ട് പ്രീമിയം അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈ 2 കണ്ടീഷനുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ബോധിപ്പിക്കുകയും അതേസമയം പ്രീമിയം അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടത്തിന് തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യുന്നതാണ്. അവിടെ തെറ്റായിട്ടുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ അതല്ലെങ്കിൽ സത്യാവസ്ഥ മറച്ചു വയ്ക്കുകയോ ചെയ്യാമെന്നുണ്ട് വെച്ചാൽ ഏതിന് അഗെയിൻസ്റ്റാണ്? മ്യൂച്വൽ ഫെയ്ത്തിന്. 2 കാര്യമുണ്ട്. അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയും അതേസമയം തെറ്റിദ്ധരിപ്പിച്ചാൽ പോലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാലും അതെന്താണ്? അത് അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫെയ്ത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരും. അങ്ങനെയാകുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ്? ഇല്ലീഗലായിട്ട് മാറുകയാണ്. The next one is possibility of performance. In insurance, the contract must be capable of being performed. A promises to do impossible thing cannot be enforced. But in insurance contract, there is a very possibility of its performance. The insurance must be the money promised on the happening of the event, and the insured is expected to pay the premium in time. Possibility of performance. ഇത് പെർഫോം ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ബീയിങ് പെർഫോംഡ്. പെർഫോം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കരാറിലാണ് ഏർപ്പെടേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മൾ പറയുന്നത് പെർഫോം ചെയ്യാൻ കഴിയാൻ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ 2 പേരും അംഗീകരിക്കുന്നതാണ്. എന്തായാലും ഒരു സർട്ടൻ ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം പരിഹരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അവിടെ ഒരു സെർട്യാനിറ്റി ഉണ്ട്. സെർട്യാനിറ്റി അഗെയിൻസ്റ്റ് ദ അൺസെർട്ടൈൻ ഇവൻറ്റ്സ്, അല്ലേ? അങ്ങനെയല്ല പറയാം. സെർട്യാനിറ്റി അഗെയിൻസ്റ്റ് ദ അൺസെർട്ടൈൻ ഇവൻറ്റ്സ്. അനിശ്ചിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കാമെന്നുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും അവിടെയാണ് ഷുവർട്ടി വരുന്നത്. എന്ത്? പേയ്മെൻറ്റ് നൽകിയിരിക്കുമെന്ന് പറയുന്ന, കോമ്പൻസേഷൻ നൽകിയിരിക്കുമെന്ന് പറയുന്ന സെർട്യാനിറ്റി. അപ്പോൾ ശരിക്കും അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ഒരുപാട് എന്താ പറയുക, നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കരുത്. അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ ഒരു ഇമാജിനറി ഫിഗേഴ്സ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാം, 20 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറയുമ്പോൾ അത് സംഭവ്യമാവണം, സംഭവിച്ചിരിക്കണം, അത് അതേപോലെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. അത്തരത്തിലാണ് ആ കരാറ് ചെയ്യേണ്ടത്. അല്ലാതെ ഇമാജിനറി ആയിട്ടോ അല്ല. അവിടെ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത് വാട്ട് ആർ ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതല്ല ആൻസർ എഴുതേണ്ടത്. ആൻസർ എഴുതേണ്ടത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൻസറാണ് എഴുതേണ്ടത്. പക്ഷേ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു ലീഗൽ കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻഷുറൻസിന് ബാധകമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻഷുറൻസിനും ബാധകമാണ്. അപ്പോൾ ഏതാണ് നിയമപരമായിട്ടൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ, 2 വ്യക്തികൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണ് നമ്മളതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം അതെന്തായിരിക്കണം? ഫസ്റ്റ് പോയിന്റ് നമ്മളോട് ഇറ്റ് ഈസ് എഗ്രിമെൻറ്റ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. സെക്കൻഡ് വൺ ഈസ് ലീഗൽ കൺസിഡറേഷൻ. ഇവിടെ ലീഗൽ കൺസിഡറേഷൻ ഏതാണ്? പ്രീമിയം. ദെൻ തേർഡ് വൺ ഈസ് ലീഗൽ റിലേഷൻഷിപ്പ്. നിയമപരമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. കൺസെൻസസ് ആഡ് എഡം, ദറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. ഒരേ മനസ്സോടുകൂടി അംഗീകരിച്ചിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരിക്കണം. ഫ്രീ കൺസെൻറ്റ്, അവിടെ സ്വമേധയുള്ള സമ്മതമായിരിക്കണം. ദെൻ കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, 2 പേരും കരാറിൽ ഏർപ്പെടാനായിട്ട് കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ഒരാൾ മൈനർ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആ ഒരു കരാറിൽ ഏർപ്പെടാനുണ്ടായിട്ടുള്ള കോമ്പിറ്റൻ്റ് 2 വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. ദെൻ ലീഗൽ ഒബ്ജക്റ്റ്, ലീഗലി ചെയ്യാവുന്ന ലീഗൽ ഒബ്ജക്റ്റ് ആയിരിക്കണം. പിന്നെ അതിന് പുറമെ മ്യൂച്വൽ ഫെയ്ത്ത് ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ദെൻ നെക്സ്റ്റ് ഹെഡിങ്, നെക്സ്റ്റ് ടോപ്പിക്, ദറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ഇപ്രാവശ്യത്തെ എക്സാമിനേഷനും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ മുൻപ് എഴുതിയിട്ടുള്ള പോയിൻറ്സും അതേസമയം ഈ താഴെ പറയുന്ന പോയിൻറ്സും കൂടെ നിങ്ങൾ ചേർത്ത് എഴുതാം. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. Then the insurance contract based on the essential principles such as first one is insurable interest, second one utmost good faith, third one principle of indemnity, and fourth one is doctrine of subrogation, and next one proximate cause,
then contribution, then mitigation of loss. ഒന്നുകൂടെ പറയാം. Insurable interest, utmost good faith, principle of indemnity, doctrine of subrogation, proximate cause, contribution and mitigation of loss. These 7 principles are also called as principles of insurance. ഒരു വാലിഡ് ഇൻഷുറൻസിന് ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കണം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? A person has on insurable interest in something when loss or damage to it would cause that person to suffer a financial loss on certain other kind of losses. Insurable interest, അതായത് ഇവിടെ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ മേൽ നമുക്ക് ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ വീട് ഇൻഷുർ ചെയ്യാം, നമുക്ക് നമ്മുടെ കാർ ഇൻഷുർ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഡെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്ററുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇൻഷുറൻസ് എടുക്കാം. അവിടെ പറയുന്നത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിന്മേലോ അല്ലെങ്കിൽ അതിന്മേലോ നമുക്ക് എന്തുണ്ട്, ഇൻഷുർ ചെയ്യത്തക്ക വിധമുള്ള താല്പര്യമുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പേരിലല്ലാത്ത ഒരാളുടെ വീടോ ഒരാളുടെ കാറോ ഒരാളുടെ ബൈക്കോ ഇതൊന്നും ഇൻഷുർ ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. കാരണം എന്താ, ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ലോസ് നമുക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ എന്തില്ല, ഇൻഷുർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ദെൻ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുർ ചെയ്യത്തക്ക വിധമുള്ള താല്പര്യം, അതാണ് അതിൻ്റെ അർത്ഥം. ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം, ഇൻഷുർ ചെയ്യത്തക്ക വിധമുള്ള താല്പര്യം എന്നർത്ഥം. അതിൻ്റെ മീനിങ് ഞാൻ ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് മെൻ ബൈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? എ പേഴ്സൺ ഹാസ് ഓൺ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ സംതിങ് വെൻ ലോസ് ഓർ ഡാമേജ് ടു ഇറ്റ് would cause that a person to suffer a financial loss on certain other kind of losses. That means a person can enter into a valid insurance contract only if he possesses an insurable interest in the subject matter of insurance. അതാണ് നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണോ ആ വസ്തു. ഇപ്പം നമുക്ക് നമ്മുടെ പേരിലുള്ള വീട് ഇൻഷുർ ചെയ്യാം എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താ, അവിടെ ആ വീടാണ് സബ്ജക്റ്റ് മാറ്റർ. നമുക്ക് നമ്മുടെ കാർ ഇൻഷുർ ചെയ്യാമെന്ന് പറയുമ്പോൾ അതെന്താണ്, കാറായിരിക്കും നമ്മുടെ ഇൻഷുറൻസ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. കണ്ടോ? ദെൻ അവിടെ എ പേഴ്സൺ ഈസ് സെഡ് ടു ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഇഫ് ഹി ഈസ് ഫൈനാൻഷ്യലി ബെനിഫിറ്റഡ് ബൈ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് പ്രിജുഡൈസ്ഡ് ബൈ ഇറ്റ്സ് ലോസ്, ഡിസ്ട്രിക്ഷൻ ഓർ നോൺ എക്സിസ്റ്റൻസ്. അതായത് ആ വസ്തു ഉള്ള സമയത്ത് നമുക്കതിൻ്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റും അതില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഫൈനാൻഷ്യലി നമുക്കതിൻ്റെ എന്താ പറയുക നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്തെന്ന് പറയാം, ആ പ്രോപ്പർട്ടിയിൽ മേൽ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. In life insurance, a person taking life insurance policy must have an insurable interest in the life of the insured person. A husband may have insurable interest in the life of his wife at the time of taking the policy. പോളിസി എടുക്കുന്ന സമയത്ത് അത് ഒന്നുകൂടെ ആലോചിക്കണം. പോളിസി എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. പോളിസി എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ അവിടെ എന്തുണ്ടായിരിക്കണം, ആ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓഫ് ദ പേഴ്സൺ ഹൂസ് ലൈഫ് ഈസ് ഇൻഷുർഡ് ഓർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ക്ലെയിം ഓൺ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി. Similarly, a person who is taking fire insurance policy should have insurable interest in the property goods insured against the fire. ഇനി essentials of a valid insurable interest are the following. There must be subject matter to be insured. തീർച്ചയായിട്ടും അവിടെ ഇൻഷുർ ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് ദെയർ ഷുഡ് ബി എ സബ്ജക്റ്റ് മാറ്റർ ടു ബി ഇൻഷുർഡ്. ഒരു സബ്ജക്റ്റ് മാറ്ററാണ് ഇൻഷുർ ചെയ്യേണ്ടത്. അടുത്തത് ദ പോളിസി ഹോൾഡർ ഷുഡ് ഹാവ് മോണിറ്ററി റിലേഷൻഷിപ്പ് വിത്ത് ദ സബ്ജക്റ്റ് മാറ്റർ. ആ സബ്ജക്റ്റ് മാറ്ററിലെ പോളിസി ഹോൾഡർക്ക് മോണിറ്ററി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്താ, ദെയർ ഷുഡ് ബി എ സബ്ജക്റ്റ് മാറ്റർ ടു ബി ഇൻഷുർ. ഇൻഷുർ ചെയ്യണമെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടായിരിക്കണം.
ഉണ്ടോ, ആ സബ്ജക്റ്റ് മാറ്ററിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മോണിറ്ററി റിലേഷൻഷിപ്പ് ആർക്കുണ്ടായിരിക്കണം, ഇൻഷുർഡ് പേഴ്സണ് ഒരു മോണിറ്ററി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ഷുഡ് ബി റിക്കഗ്നൈസ്ഡ് ബൈ ലോ. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് അംഗീകരിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. The relationship should be such that the policyholder is economically benefited by the survival or existence of the subject matter and will suffer economic loss on the death or non-existence of the subject matter. ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ പോളിസി ഹോൾഡർക്ക് ദ റിലേഷൻഷിപ്പ് ബി സച്ച് ദാറ്റ് ദ പോളിസി ഹോൾഡർ ഈസ് എക്കണോമിക്കലി ബെനിഫിറ്റഡ് ബൈ ദ സർവൈവൽ ഓർ എക്സിസ്റ്റൻസ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ആ സബ്ജക്റ്റ് മാറ്റർ നിലനിൽക്കുന്ന സമയത്ത് പോളിസി ഹോൾഡർക്ക് എക്കണോമിക്കൽ ബെനിഫിറ്റും, അല്ലാത്ത പക്ഷം ആ സബ്ജക്റ്റ് മാറ്ററിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഫൈനാൻഷ്യൽ ലോസും സഫർ ചെയ്യേണ്ടി വരിക എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്തെന്ന് പറയാൻ പറ്റും, ദെൻ ആ സബ്ജക്റ്റ് മാറ്ററിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? ഇൻഷുർ ചെയ്യത്തക്ക വിധമുള്ള താല്പര്യമുണ്ടായിരിക്കണം, അതായത് മോണിറ്ററി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, സബ്ജക്റ്റ് മാറ്ററുമായിട്ട് മോണിറ്ററി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് പോയിന്റ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. സെക്കൻഡ് പോയിന്റ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പരമുള്ള ഉത്തമ വിശ്വാസം. അതിനെയാണ് നമ്മളെന്ത് പറയുക, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ട്രസ്റ്റ് അതുണ്ടായിരിക്കണം. എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അബ്രിമ ഫിഡെ വിച്ച് മീൻസ് ദ കോൺട്രാക്ട് റിക്വയർസ് അബ്സല്യൂട്ട് ആൻഡ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഓൺ ദ പാർട്ട് ഓഫ് ഓൾ ദ പാർട്ടീസ് കൺസേൺഡ് വിത്ത് ദ കോൺട്രാക്ട്. According to this principle, the insurer is required to disclose all the material fact fully. Material fact means a fact which affect the judgment of decision of both parties in entering into a contract. അതായത് നമുക്ക് ആ ഒരു ഇവിടെ പറയുന്നത് എന്താ, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പരമുള്ള ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. ആര് തമ്മിലാണ്? ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുവേർഡും തമ്മിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞിരിക്കണം. അതായത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് വ്യക്തമായിട്ട് ഇൻഷുവേർഡ് ഇൻഷുറൻസ് കമ്പനിയെ ബോധ്യപ്പെടുത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം അത് ഏതിന് അഗെയിൻസ്റ്റ് ആണ്? വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന് അഗെയിൻസ്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ദെൻ മ്യൂച്വൽ ട്രസ്റ്റ്. ദ അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് സേസ് ദാറ്റ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഇൻ ട്രൂ ആൻഡ് ഫുൾ ഫോം. It means that the facts should be disclosed in that form in which they really exist. There should be no concealment, fraud, misrepresentation or mistake about the material fact. Then it is a duty of both the parties to the contract to disclose the material fact, but in the actual practice he assured has more knowledge of the material fact, and hence it is the duty of the assured to disclose all material fact. In life insurance, a person for taking a policy has to fill up the proposal form containing all relevant information. In the case of marine insurance, which is taken through an agent, it is a duty of the agent to disclose all material facts as furnished by the insured. അവിടെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പരമുള്ള ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ആ എടുക്കുന്ന വ്യക്തി അയാളുടെ ഹെൽത്ത് കണ്ടീഷൻസ് വ്യക്തമായിട്ടും അറിയിച്ചിരിക്കണം. അയാളുടെ ഏജിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ അസുഖങ്ങളുടെ കാര്യങ്ങളോ ഒന്നും തന്നെ മറച്ചു വെക്കാനായിട്ട് പാടില്ല. ദെൻ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതിന് അഗെയിൻസ്റ്റ് ആണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. കണ്ടോ, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പരമുള്ള ഉത്തമ വിശ്വാസം. ഒരു മെറൈൻ ഇൻഷുറൻസിലാണെങ്കിൽ ഏത് തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുത്തയച്ചിട്ട് നഷ്ടം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടോ, ഇതൊക്കെ വ്യക്തമാക്കിയിരിക്കണം. എന്തെങ്കിലും ഒന്ന് വ്യക്തമാക്കാതിരിക്കുകയോ എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ഇൻവാലിഡ് അഗ്രിമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻഡെമിനിറ്റി. അക്കോർഡിംഗ് ടു an insurance contract except life insurance are contract of indemnity. അതായത് ആക്ച്വൽ ലോസ് എത്രയാണോ അത് മാത്രം കണക്കാക്കുക, അതിനെയാണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുറർ അണ്ടർടേക്ക് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ ദ ഇൻഷുർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്.
ഇപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ്, നമ്മളൊരു പ്രോപ്പർട്ടി 10 ലക്ഷത്തിന് ഇൻഷുർ ചെയ്തിരുന്നു, അവിടെ തീപിടുത്തമുണ്ടായി, ആകെ 50,000 രൂപയുടെ നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ഇൻഷുറൻസ് കമ്പനി എത്ര മാത്രമേ കൊടുക്കുള്ളൂ? ആ നഷ്ടം പരിഹരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. 50,000 രൂപ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നതാണ്. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അവിടെ അനുവദിക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുറർ അണ്ടർടേക്സ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ ദ ഇൻഷുർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ്. In other words, the insurer undertake to put the insured in the same position that the occupied immediately before the happening of the event insured. And then in fire insurance, the amount paid by the insurer is the amount of actual loss of goods on account of fire. Generally, the amount of indemnity is the market value of the property at the time of occurrence. The amount of indemnity is the market value of the property at the time of occurrence of the event. Then the owner of ship cargo against the risk to which the ship or cargo is exposed, such as sinking, storms, fire, etc. The amount of indemnity is decided at the time of taking the policy and in some cases at the time of loss. ഇനി ചിലപ്പം മെറൈൻ ഇൻഷുറൻസിലൊക്കെ ഷിപ്പ് ഇൻഷുർ ചെയ്തിരിക്കാം, കാർഗോ ഇൻഷുർ ചെയ്തിരിക്കാം. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നഷ്ടം സംഭവിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം, അതിൽ പോളിസി എടുക്കുന്ന സമയത്ത് പറഞ്ഞത് ഏതാണോ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കണം. സാധാരണ ഇൻഡെമിനിറ്റി എന്ന് പറയുമ്പോൾ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിളാണ് നമുക്കവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം. ഹവർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു ലൈഫ് ഇൻഷുറൻസ്. ഒരിക്കലും ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല? ലൈഫ് ഇൻഷുറൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? ദെൻ അവിടെ അതർ പേഴ്സൺ ഇൻഷുറൻസ്, ബിക്കോസ് ലോസ് ഓഫ് ദ ലൈഫ് കനോട്ട് ബി മെഷേർഡ് ഇൻ മണി ടേംസ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏതിൻ്റെ പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാനായിട്ടോ പറയാനായിട്ടോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്കൊരു കാല് നഷ്ടപ്പെട്ടു, ഒരു കൈ നഷ്ടപ്പെട്ടു, ഇത്ര രൂപയാണ് നമുക്ക് നഷ്ടം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടു, ഇത്ര രൂപയാണ് അതിൻ്റെ നഷ്ടം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ദെൻ അതർ ജനറൽ ഇൻഷുറൻസ് ആർ ദ കോൺട്രാക്ട് ഓഫ്, ഏത് കോൺട്രാക്റ്റ് ആയിരിക്കും? ഇൻഡെമിനിറ്റി. കണ്ടോ, അതാണ് അവിടെ പ്രത്യേകത. Then hence fixed sum is agreed to paid on the death of the insured on the expiry of the certain period whichever is earlier. അവിടെ നമ്മൾ പറയുന്നത് എത്രയാണ് നമ്മൾ എഗ്രി ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ആ എഗ്രി ചെയ്ത പൈസ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യാം. The next one is the following conditions should be fulfilled for indemnity principle. Indemnity principles, the insured has to prove that he will suffer monetary loss from the insured matter on happening of the event insured. The maximum amount of indemnification is the amount insured. If the insured gets some amount as compensation from third party, the insurance will have the right to receive such amount from the insured. The principle of indemnity does not apply to പേഴ്സണൽ ഇൻഷുറൻസ്. പേഴ്സണൽ ഇൻഷുറൻസ് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. പോപ്പുലർ മെത്തേഡ് ഓഫ് ഇൻഡെമിനിറ്റി ആർ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഈക്വൽ ടു ദ ആക്ച്വൽ ലോസ് സഫേർഡ്. സാധാരണ രീതിയിൽ നമുക്ക് എത്രയാണോ ആക്ച്വൽ ലോസ് സംഭവിച്ചിരിക്കണേ അതിനെയാണ് നമ്മളവിടെ ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ബൈ റിപ്പയറിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ ഇഫ് ഇറ്റ് ഈസ് പാർഷ്യലി ഡാമേജ്ഡ് ആൻഡ് റിപ്പയറബിൾ ബൈ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ബൈ ദ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അസറ്റ്സ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ. The next point is Doctrine of Subrogation. Subrogation എന്ന് പറഞ്ഞാൽ എന്താ? പരിത്യാഗം, പരിത്യജിക്കുക എന്നൊക്കെ പറയും. Then subrogation is the transfer of right and remedies of the insured to the insurer who has indemnified the insured in respect of the laws. The principle is introduced to safeguard the interest of the insurers. എന്താണ് അവിടെ ഡോക്ട്രിൻ ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്? സബ്രോഗേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെമഡീസ്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഓഫ് ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഹു ഹാസ് ഇൻഡെമിനിഫൈഡ് ദ ഇൻഷുർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ലോസ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഷുറേഴ്സ്. അവിടെ നമ്മൾ പറയുന്നത് ഒരു
ഇൻഷുറൻസ് കമ്പനി ഇൻഷുവേർഡിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ കോമ്പൻസേഷൻ ഇൻഷുവേർഡിന് കിട്ടാനുണ്ടെങ്കിൽ അത് ആരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം? ഇൻഷുററിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് പറയുന്നതാണ് അവിടെ ഇവിടെ ഡോക്ട്രിൻ ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. This doctrine has been derived from the principle of indemnity. While the principle of indemnity has says that loss suffered by the insured on happening of the event is compensated, doctrine of subrogation says that the scrap or anything which remains after the happening of the event is to be automatically passed into the hands of the insurer after the payment of the claim. Insurer can claim the amount derived from the insured from any third party or other insurers. ഇപ്പം നമുക്ക് നോക്കാം, നമ്മൾ ഒരു എന്താ പറയുക, ഫയർ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിരിക്കണമെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയാണോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ചില ഇൻഷുറൻസ് കമ്പനി അത് ക്ലെയിം ചെയ്യും. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അത് നമുക്ക് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം വേറെ ആരെങ്കിലും ബോധപൂർവം അത് തീ വെച്ചിട്ടുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ പറയും അവിടെ അവിടെ ആക്ച്വലി ആ നഷ്ടം സംഭവിക്കാനുണ്ടായിട്ടുള്ള കാരണം മറ്റൊരാളുടെ ഇൻറ്റൻഷനോടെയുള്ളൊരു പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾ, അതായത് തേർഡ് പാർട്ടി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ലയബിളാണ്, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇൻഷുറൻസ് കമ്പനി അവിടെ എന്ത് ചെയ്യുന്നു? അത് കോമ്പൻസേറ്റ് ചെയ്തു. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ ആ എമൗണ്ട് വാങ്ങിക്കാനുള്ള റൈറ്റ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വന്നു ചേരുന്നു. അത് ആരിലേക്കല്ല പോകുന്നത്? ഇൻഷുവേർഡിലേക്കല്ല പോകുന്നത്. ഇൻഷുവേർഡിലേക്കാണെങ്കിൽ അത് ഡബിളായിട്ട് മാറും. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യും, തേർഡ് പാർട്ടിയും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആയിട്ട് വരും. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. ആക്ച്വലി എത്രയാണോ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അത് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ അതിനുള്ള ആ റൈറ്റ്സ്, ഇൻഷുറൻസിന് കിട്ടാനുള്ള റൈറ്റ്സ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. Essentials of the doctrine of subrogation supplementary to the principle of indemnity. Indemnity എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആണത്. സബ്രോഗേഷൻ ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ സബ്രോഗേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത്. സബ്രോഗേഷൻ ഓൺലി അപ് ടു ദ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്. എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ അത്ര വരയ്ക്കുള്ള സബ്രോഗേഷനാണ് അവൈലബിൾ ആവുക. ദ സബ്രോഗേഷൻ മേ ബി അപ്ലൈഡ് ബിഫോർ പേയ്മെൻറ്റ് ആൻഡ് നോട്ട് അപ്ലിക്കബിൾ ടു ദ പേഴ്സണൽ ഇൻഷുറൻസ്. ഇത് പേഴ്സണൽ ഇൻഷുറൻസിൽ ഇത് ബാധകമല്ല. Then next point is proximate cause. Proximate cause, it is also called as causa proxima. The principle of causa proxima or the principle of proximate cause means which a loss is caused by more than one causes, the nearest or proximate or the closest cause should be taken into consideration to decide the liability of the insurer. അതായത് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ആ ഒരു ഇവൻ്റ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഏതാണോ യഥാർത്ഥ കാരണം ആ യഥാർത്ഥ കാരണം ഇൻഷുർ ചെയ്തിട്ടുള്ള കാരണമാണെങ്കിൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി റെസ്പോൺസിബിൾ ആയിരിക്കുള്ളൂ. അതാണ് പ്രോക്സിമേറ്റ് കോസ്റ്റിൽ പറയണേ. Then the principle states that to find out whether the insurer is liable only the loss or not the proximate and not the remotest cause must be looked into. If the proximate cause of the loss is a peril insured against, the insured can recover the loss from the insurer. If the peril is caused by other causes, the insurer is not liable to pay the compensation. Then next one is the determination of real cause depends upon the working of practice. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ പേഴ്സൺ ഹാസ് ടേക്കൺ എ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി. ഒരാളൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുത്തിരിക്കുകയാണ്. ഹി സഫേർഡ് ഇഞ്ചുറീസ് ഈസ് ആൻ ആക്സിഡൻറ്റ് ആൻഡ് വാസ് അഡ്മിറ്റഡ് ടു എ നഴ്സിംഗ് ഹോം. വൈൽ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഹി കോൺട്രാക്റ്റഡ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ് which caused his death. Here the proximate cause is the disease and not the accident. Hence the insurer is not liable to pay compensation. അതായത് ഒരു വ്യക്തി ഒരു പേഴ്സണൽ ഇൻഷുറൻസ് പോളിസി എടുക്കുകയും ആ പേഴ്സണൽ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയും ചെയ്തു എന്ന് കരുതുക. ആ അപകടം സംഭവിച്ചു കഴിഞ്ഞ് അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ നിസ്സാരമായിട്ടുള്ള അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് അയാൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ആ അസുഖങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ആ അസുഖം മൂലം അയാൾ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടം പരിഹരിച്ചു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ല. കാരണം ആക്സിഡൻ്റാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ആക്സിഡൻറ്റ് മൂലമല്ല അദ്ദേഹം മരണപ്പെടുന്നത്, മറ്റൊരു ഇൻഫെക്ഷ്യസ് ഡിസീസസ് മൂലമാണ് അദ്ദേഹം മറ്റേതെങ്കിലും രീതിയിലുള്ള അസുഖം മൂലമാണ് അയാൾ മരണപ്പെടാനുള്ള കാരണം ഒരിക്കലും ആക്സിഡൻ്റ് അല്ല. ആക്സിഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി അത് ക്ലെയിം ചെയ്യുള്ളൂ. അതാണ് ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏതാണോ
ആ ഒരു ഇവൻ്റ് സംഭവിക്കാനുണ്ടായിട്ടുള്ള നിയറസ്റ്റ് കോസ് ഏതാണോ, യഥാർത്ഥ കാരണം ഏതാണോ, അത് ഇൻഷുർ ചെയ്തിട്ടുള്ള കാരണമാണോ എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ദ ഡോക്ട്രിൻ ഓഫ് കോസ പ്രോക്സിമ ഈസ് സ്പെഷ്യലി ആപ്ലിക്കബിൾ ടു മറൈൻ ഇൻഷുറൻസ്. അക്കോർഡിംഗ് ടു മറൈൻ ഇൻഷുറൻസ് ആക്ട്, ദ ഇൻഷുറൻസ് കമ്പനി ഷാൾ ബി ലയബിൾ ടു ഇൻഡെമിനിഫൈ ഓൺലി ദോസ് ലോസസ് which have been caused by proximate or nearest cause covered under the policy and not for other remote causes. The next one is contribution. Contribution എന്ന് പറയുമ്പോൾ അവിടെ എന്താ, നഷ്ടം വീതിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് contribution. Contribution is the right of an insurer who has paid claim under the policy to call upon other insurers who are liable for the same loss to contribute to the payment. The doctrine ensures equitable distribution of losses between different insurers. Sometimes a person may insure his goods or property with more than one insurer. In the event of loss, the insured may recover the loss from any one insured. In that case, such insurance can be called the amount of loss from other insurers in proportion to the amount insured. അതായത് ഒരു ഇൻഷുർഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി, ദെൻ അവിടെ എന്താ പറയുക, എ പേഴ്സൺ ഇൻഷുർഡ് ഹീസ് ബിൽഡിംഗ് അഗെയിൻസ്റ്റ് ഫയർ, അദ്ദേഹത്തിൻ്റെ ബിൽഡിങ് ഇൻഷുർ ചെയ്യാണ്. ആ ഇൻഷുർ ചെയ്യുന്നത് സം ഇൻഷുർഡ് വിത്ത് ഇൻഷുറൻസ് കമ്പനി, എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ 1,00,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു. അതേ പ്രോപ്പർട്ടി തന്നെ ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ 2,00,000 റുപ്പീസിന് ഇൻഷുർ ചെയ്തു. അതേ പ്രോപ്പർട്ടി തന്നെ സി എന്ന് പറയുന്ന കമ്പനിയിൽ 5,00,000 റുപ്പീസിന്, അപ്പോൾ മൊത്തം 8,00,000 രൂപയിലാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്പനിയിൽ എ എന്ന് പറയുന്നതിൽ 1,00,000 റുപ്പീസ് ഇൻഷുർ ചെയ്തു, ബിയിൽ 2,00,000 റുപ്പീസും സിയിൽ 2,00,000 റുപ്പീസാണ് ഇൻഷുർ ചെയ്തത്. അപ്പോൾ ടോട്ടൽ 5,00,000 റുപ്പീസാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. ഫയർ ഇൻഷുറൻസ് ആണ്. ദെൻ ആക്ച്വലി അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആകെ 80,000 മാത്രമാണ്. ആദ്യത്തെ കമ്പനിയിൽ 1,00,000, ബിയിൽ 2,00,000, സിയിൽ 2,00,000. ഈ 80,000 രൂപ എ എന്ന് പറയുന്ന കമ്പനി കൊടുക്കണോ, ബി എന്ന് പറയുന്ന കമ്പനിയാണോ കൊടുക്കേണ്ടത്, അതോ സി എന്ന് പറയുന്ന കമ്പനിയാണോ കൊടുക്കേണ്ടത്? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അതിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് എയും ബിയും സിയും കൂടെ നഷ്ടം വീതിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി എത്ര രൂപ കൊടുക്കുക? എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി 80,000 ഇൻറ്റു 1,00,000 ഡിവൈഡഡ് ബൈ 5,00,000. ബി എന്ന് പറയുന്ന കമ്പനി 80,000 ഇൻറ്റു 2,00,000 ഡിവൈഡഡ് ബൈ 5,00,000. സി എന്ന് പറയുന്ന കമ്പനി ദെൻ 80,000 ഇൻറ്റു 2,00,000 ഡിവൈഡഡ് ബൈ 5,00,000. പ്രൊപ്പോർഷൻ എടുക്കുകയാണോ ചെയ്യണത്? അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന കമ്പനി 16,000, ബി എന്ന് പറയുന്ന കമ്പനി 32,000, സി എന്ന് പറയുന്ന കമ്പനി 32,000. അങ്ങനെയാണ് 80,000 രൂപ കൊടുക്കുന്നത്. ഇങ്ങനെ വീതിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Then the doctrine ensures equitable contribution of losses between the different insurers. Sometimes a person may insure his goods or property with more than one insurer. In the event of loss, the insured may recover the loss from any one insurer. The right of contribution arises. എപ്പോഴൊക്കെയാണ് ഇങ്ങനെ വീതിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, there are different policies with different insurers which relate to the same subject matter. The policies cover the same perils which caused by the loss. All policies are in force at the time of happening the event. One of the insurers has compensated the loss in full or more than his share of loss. ഇതാണ് അതിൻ്റെ ഭാഗം. നെക്സ്റ്റ് വൺ ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുമ്പോൾ one of the another important principle, that is, under this principle it is a duty of the insured to take all possible steps to minimize or mitigate the loss to the insured property on the happening of the uncertain event. That is, insured must always try his level best to avoid or at least reduce the loss to the insured property in the case of happening of an uncertain event. The insured must take all possible measures and necessary steps to control and reduce the losses as he has not insured the property. അതായത് നഷ്ടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നഷ്ടം ലഘൂകരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അഥവാ നഷ്ടം സംഭവിക്കുകയാണെങ്കിലും കുറയ്ക്കാനായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ആരെടുത്തിരിക്കണം? ഇൻഷുർഡ് എടുത്തിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഇൻഷുർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കുമായിരുന്നു, അതുപോലെ തന്നെ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർട്ടി സംരക്ഷിക്കണം. അല്ലാത്ത പക്ഷം അത് ഏതിന് അഗെയിൻസ്റ്റ് ആണ്?
പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, അതായത് അതിന് എഗെയിൻസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ദ ഇൻഷുർഡ് മസ്റ്റ് നോട്ട് neglect and behave irresponsibly during such an event just because the property is insured. Hence, it is the responsibility of the insured to protect his insured property and avoid further losses. അതായത് ഇപ്പോൾ ഒരു വീട് ഇൻഷുർ ചെയ്ത് ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫയർ ഇൻഷുറൻസിൽ എന്ത് ചെയ്യാണ്, തീ പിടിക്കുന്നുണ്ട്, തീ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല. അതായത് തീപിടുത്തത്തിനെതിരെ നമ്മൾ ഇൻഷുർ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? അത്രയും വേഗം നമ്മൾ ഫയർ ഇൻഷുറൻസ് ഫയർഫോഴ്സിനെ വിളിക്കും, അടുത്തുള്ളവരെ വിളിക്കും, വെള്ളം നനയ്ക്കാനായിട്ട് ശ്രമിക്കും, എന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് അത് കുറയ്ക്കാനായിട്ട് ചെയ്യുമായിരുന്നു. അതായത് മുൻകൂട്ടി തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നഷ്ടം ലഘൂകരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയാം. ദ പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് പ്രൊവൈഡ്സ് ഓൺലി എ ചെക്ക് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ ഇൻഷുർഡ് അറ്റ് ദ ടൈം ഓഫ് ലോസ്. This principle should not limit to the time of the occurrence of the loss, but it must be extended even at the validity period of the policy. അപ്പോൾ ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നഷ്ടം ഇൻഷുർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മളെങ്ങനെ ആ പ്രോപ്പർട്ടി സംരക്ഷിക്കുമായിരുന്നു, ആ രീതിയിൽ തന്നെ ആ പ്രോപ്പർട്ടി സംരക്ഷിക്കണം എന്നുള്ളത് ഇൻഷുറൻസിൻ്റെ വൺ ഓഫ് ദി പ്രിൻസിപ്പിളാണ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരണം ഏതൊക്കെയാണ്? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, indemnity, doctrine of subrogation, proximate cause, contribution, and last one is mitigation of loss. 7 principles ആണ് ഓർക്കേണ്ടത്. എന്തൊക്കെയാ? അഡ്മോസ്റ്റ്, ഫസ്റ്റ് വൺ ഈസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, then third one is indemnity, doctrine of subrogation, then proximate cause, contribution, mitigation of loss. ഇത്രയും പ്രിൻസിപ്പിൾസാണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ പഠിക്കാനുള്ളത്. ഇത് കൂടാതെ തന്നെ ഒരു ലീഗൽ കോൺട്രാക്റ്റിനുണ്ടായിരിക്കേണ്ട എല്ലാ പ്രിൻസിപ്പിൾസും ഏതിനും ബാധകമാണ്, ദെൻ ഇൻഷുറൻസിനും ബാധകമാണ്. അതിൽ പറയുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്, ലീഗൽ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, ലീഗൽ റിലേഷൻഷിപ്പ്, കൺസെൻസസ് എഡൈഡം, ഫ്രീ കൺസെൻറ്റ്, കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ് ആൻഡ് മ്യൂച്വൽ ഫെയ്ത്ത്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇൻഷുറൻസിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് മറക്കരുത്, വളരെ നന്നായിട്ട് പഠിച്ച് അതിന് നോട്ട് തയ്യാറാക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഞാൻ പോയിൻറ്റ്സ് ഒന്നും കൂടെ പറയുകയാണ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ദെൻ ഇൻഡെമിനിറ്റി, സബ്രോഗേഷൻ, ദെൻ പ്രോക്സിമേറ്റ് കോസ്, കോൺട്രിബ്യൂഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. നന്നായിട്ട് വായിച്ച് നോട്ടൊക്കെ തയ്യാറാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.